എൻ്റെ വീട്ടിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. പണയം വെച്ചിട്ട് 20 ദിവസമായി. താത്താൻ്റെ വിവാഹത്തിന് വെച്ചതാണ്. എൻ്റെ ഉമ്മാനെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് അവരുടെ ഒരു ചോദ്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റിയതിൻ്റെ ഏറ്റവും അപ്പുറത്തുള്ള ഒരു രൂപത്തിൽ ഇനി അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾക്കും കഴിയൂല. വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അത് ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ് എന്നും പലിശ ഭുജിക്കുന്ന ആളുകൾ അത് പരലോകത്തവർ വരുന്നത് പിശാചുബാധയേറ്റ് മറിഞ്ഞു വീഴുന്ന, നേരെ നിൽക്കാൻ കഴിയാത്ത, ഭ്രാന്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പലിശ എന്ന ആ വലിയ ഗൗരവമുള്ള വിഷയത്തിൻ്റെ ഇത് പറഞ്ഞതാണ്. മറ്റൊന്ന് അള്ളാഹു പറഞ്ഞത് പലിശ അതുമായി ഇടപെടുന്ന ആളുകൾ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണെന്നാണ്. റബ്ബിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് പറ്റുമോ? യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും കടുത്ത വൈരം. അപ്പോഴല്ലേ നമ്മൾ യുദ്ധം ചെയ്യുള്ളൂ ഒരാളോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹം ഉണ്ട്. അത്രയും അധികം അള്ളാഹുവിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തി അള്ളാഹുവിനെ നമ്മുടെ ശത്രുവിൻ്റെ പക്ഷത്ത് നിർത്തുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പലിശയുമായിട്ട് ഇടപെടാൻ കഴിയുള്ളൂ എന്നാണ്. ഇനി അതിനേക്കാൾ ഗൗരവമുള്ളത് വേറെ എന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പലിശ തിന്നുന്നവനും പലിശ തീറ്റിക്കുന്നവനും അഥവാ അത് കൊടുക്കുന്നവൻ, അപ്പോഴല്ലേ മറ്റൊരാൾ തിന്നുള്ളൂ. നമ്മൾ പലിശ അങ്ങോട്ട് കൊടുക്കും, അപ്പോൾ കൊടുക്കുന്നവനാണത്. പലിശ തീറ്റിക്കുന്നെന്ന് പറഞ്ഞാൽ അത് എഴുതി വെക്കുന്നവൻ, ആ കരാറിന് സാക്ഷിയാകുന്നവൻ, ഇവരെല്ലാവരും ഒരേ ഗണത്തിലാണ്, ഒരേ കുറ്റമാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പലിശ തിന്നണവനക്ക് മാത്രമല്ല കുഴപ്പം, അത് കൊടുക്കുന്നവനും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ സ്വർണം പണയം വെച്ച് പലിശയുമായി ഇടപെട്ടുകൊണ്ടല്ല ഈ ഇടപാട് നടത്തേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? ആ സ്വർണ്ണാണ്ട് വിൽക്കുക. എത്രയാണോ നമുക്ക് ആവശ്യമായത് അത്രയും സംഖ്യക്കുള്ള സ്വർണം വിൽക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ടാകുന്ന സമയത്ത് അത് വാങ്ങുക. അതേ പറ്റുള്ളൂ. ഇതിപ്പോൾ ചെയ്താൽ 10 പവൻ വെച്ചു എന്ന് വിചാരിക്കുക, പണയത്തിന് വെച്ചു. അത് വീണ്ടെടുക്കുമ്പോഴേക്ക് എത്ര പൈസ കൊടുക്കണം? പലിശയായിട്ട് എത്ര കൊടുക്കണം? ആ പലിശയായി കൊടുക്കുന്ന അത്ര വേണ്ടി വരില്ല. എന്തിന്? ആ സമയത്ത് സ്വർണം വാങ്ങാൻ. ഇപ്പോൾ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ആ 3 കൊല്ലം ഓരോ മാസവും എത്ര സംഖ്യ അദ്ദേഹം അടച്ചിരിക്കും? അവരടക്കണം. അത്ര സംഖ്യ വേണ്ട ഈ സ്വർണത്തിൻ്റെ വില കൂടിയാലും 3 കൊല്ലം കഴിഞ്ഞിട്ട് അത് എടുക്കുമ്പോൾ. ഇതിങ്ങനെ ഓരോ മാസത്തിലും അടക്കുമ്പോൾ നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആ അടക്കുന്നത് നമ്മളിവിടെ സ്വരൂപിച്ച് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി ഒരല്പം കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വന്നാലും നല്ലത് എന്ത് തന്നെയാണ്? ഇത് വിറ്റ് നമ്മുടെ ആവശ്യം നിറവേറ്റി പിന്നെ നമ്മളെ കൊണ്ടാകുന്ന സമയത്ത് അത് വാങ്ങുക എന്നതാണ്. അതല്ലാതെ ഒരിക്കലും പലിശക്ക് പണയപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം.